നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നു. ഞാനിവിടെ ഇരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിലുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരുമായിട്ടാണോ ആ പേഴ്സണെ നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരിക. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാറുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ, വാട്സാപ്പിൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ അങ്ങനത്തെ വന്ന് നോക്കുന്നുണ്ടോ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, എന്നാലും ചിലവരിങ്ങനെ നമ്മൾ പറയില്ലേ രഹസ്യമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടാവും, അതുപോലെ അവരും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ നോക്കാം. ഓക്കെ, നിങ്ങളും എത്ര സംസാരിച്ചാലും അവർ വന്നോ പോയോ വേറെ ആരോടെങ്കിലും സംസാരമുണ്ടോ എന്നൊക്കെ നോക്കില്ലേ. ഓക്കെ, അതുപോലെ അവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് അവർ നോക്കുന്നുണ്ടോ, നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് സീക്രട്ട് ആയിട്ട് അവർ നിങ്ങളോട് അത് ഒരിക്കലും വെളിപ്പെടുത്തില്ല അല്ലേ, അവരൊരിക്കലും നിങ്ങളോട് അത് തുറന്ന് പറയില്ല. ഈവൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും അവരത് പറയില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരും രണ്ട് സെക്ഷനും ആവാം. ഇതെല്ലാവർക്കും മാച്ച് ആവും. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങളറിയാതെ രഹസ്യമായിട്ട് വേറെ അക്കൗണ്ടിൽ നിന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ അവർ നോക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് അവരുടെ പേഴ്സൻ്റെ മെസ്സേജസ് കൂടി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എന്താ പറയുക, ലൈറ്റായിട്ട് നമുക്ക് രസകരമായിട്ട് കിട്ടാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അവരെ മനസ്സിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാതെ മറക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാം അല്ലേ. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ വാച്ച് ചെയ്യാറുണ്ടോ, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടോ അവരിൽ, അതെടുത്ത് നോക്കാറുണ്ടോ, എല്ലാ തരത്തിലും. ഓക്കെ, ലെറ്റ്സ് സീ. സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ നിങ്ങളോട് പറയാത്ത വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ. ലെറ്റ്സ് സീ പേഴ്സൻ്റെ 9 of Pentacles, 7 of Swords. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, 6 of Wands, 5 of Swords, Death, 5 of Cups, 3 of Swords, 3 of Wands, Hermit, ആക്ച്വലി ഈ വേൾഡ് കാർഡിനെ ഞങ്ങൾ ടാരോയിൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കാറുണ്ട്. ഇതിനെ വേൾഡ് വൈഡ് വെബ് എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട്. WWW എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ. ഓക്കെ, ഞങ്ങൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഈ കാർഡും നമ്മുടെ പേജ് ഓഫ് സോർട്സ് ആണ് എടുക്കാറ്. പേജ് ഓഫ് സോർട്സിന് ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും വേൾഡ് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് മാത്രമല്ല, ആക്ച്വലി ഇവിടെ ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. Okay, let me just again വേൾഡ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർ തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ കോണ്ടാക്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ല, ഈ റീഡിങ് കാണുന്നതിൽ മെജോറിറ്റി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർ ജസ്റ്റ് ദൂരെ ആണ് എന്നുള്ള കാര്യമായിരിക്കാം. അവർ ദൂരെ ആയിരിക്കാം, എവിടെയെങ്കിലും ലൈക്ക് വേറെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ തമ്മിൽ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലല്ല എന്നെടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, ചിലവർക്ക് ഡെത്തും ഉണ്ട് ഇവിടെ, ഇതൊക്കെ ഉണ്ട്. സോ യാ, ഓക്കെ, അവർ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് അവർ മറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, നിങ്ങളെയാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ നോക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു സീക്രട്ടായിട്ട് നോക്കുന്ന പോലെയാണ്, ഹൈഡ് ചെയ്ത് നോക്കുക. ഇത് നമ്മളൊരു സീക്രട്ടീവ് കാർഡ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ചില കാര്യങ്ങൾ മറച്ച് ഒളിച്ച് എന്നൊക്കെ, ഒളിച്ച് എന്ന് പറയാം, ഒളിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈ കാർഡിന് പറയാം. അപ്പോൾ ഒളിച്ച് നോക്കുന്നത് അവരിങ്ങോട്ടാണ്. സോ 9 of Pentacles, അത് ലേഡീസും ആവണമെന്നില്ല, സോറി ജെൻസും ആവാം. 9 of Pentacles ഇത് നിങ്ങളുടെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ അബൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, അബൻഡൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ അബൻഡൻസ് ഉണ്ട്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്ന് വരെ തോന്നുന്നുണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സക്സസ് കിട്ടുന്നുണ്ടാവാം, ജോലിയിലോ കരിയറിലോ വീട്ടിലോ ഫാമിലിയിലോ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അതവർ പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ ഒളിച്ചവർ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ.
ഓക്കെ, അവർക്ക് തോന്നുന്നത് നിങ്ങൾ അബൻഡൻ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ നോ കോണ്ടാക്ട് ഇവിടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു അബൻഡൻസിൽ നിൽക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഡെത്ത് ആൻഡ് എൻഡിങ് നടന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർ മാറി നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ അടുത്തുനിന്ന്. ഓക്കെ, ആക്ച്വലി കാർഡ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ എക്സ്പെക്ട് ചെയ്തത് നിങ്ങൾ വളരെ സാഡായിട്ടിരിക്കുമെന്നാണ്. ഓക്കെ, നിങ്ങൾ വളരെ സാഡായിട്ടിരിക്കുന്നുണ്ടാവും, അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലതെന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾ അവരെ മിസ് ചെയ്തുകൊണ്ടിരിക്കും, സാഡായിട്ടിരിക്കും എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതൊന്നുമില്ല. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിച്ച് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പോവാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അവർക്കും നിങ്ങളെ മിസ്സിങ് എനർജി ഉണ്ട്, അതുകൊണ്ടാണല്ലോ വാച്ച് ചെയ്യുന്നത് അല്ലേ. ആൻഡ് 3 of Swords ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും ആ വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. 3 of Wands ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതും അഗെയിൻ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. വേൾഡും ഇതുമൊക്കെ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയാം. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇപ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു തോന്നൽ. ഓക്കെ, ആൻഡ് ഇവിടെ ഹെർമിറ്റ് ഉണ്ട്. സോ സൈലൻ്റ് ആണ്, അവർ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതും ഇവിടെ നമുക്ക് പറയാം എന്താ പറയുക, ഒന്നും തുറന്നു പറയാതെ അല്ലേ, അവർ കാണുന്നുണ്ട്, അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ, അവർ നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും എങ്ങനെയാണ് ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റുക എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, ആക്ച്വലി ഇത് അഗെയിൻ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളവർ. ഓക്കെ, ഫീലിങ്സ് അവർക്ക് ഒരുപാട് വരുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പലതവണ അവർ മെസ്സേജ് അയക്കാൻ വരാറുണ്ട്. ഓക്കെ, പക്ഷേ അവർക്ക് ഒരു അധികം മെച്യൂർ അല്ലാത്ത എനർജി എന്നാണ് പറയുക. ഓക്കെ, ഒരു യങ് എനർജി എന്ന് പറയാന്ന് വെച്ചാൽ അവർക്കൊരു മടിയാണ്. നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ വന്നിട്ട് വേണമെങ്കിൽ ഇടാതെ മാറി പോകുന്നുണ്ടാവും, സൈലൻ്റ് ആവുന്നുണ്ടാവും. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഒന്നിലും ഇപ്പോൾ താല്പര്യം തോന്നുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് തന്നെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ കാര്യങ്ങൾ അറിയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുക എന്ന് നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വിഷമമില്ലാത്ത എന്ന് ആലോചിക്കുന്നുണ്ട് അവർ. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. യെസ്, ഓക്കെ, എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ്, നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുമായിട്ട് 9 of Pentacles, 9 of Cups, മേ ബി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടുന്നു. നിങ്ങളുടെ ജോലിയിലായാലും കരിയറിലായാലും നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ടൊരു ബാലൻസിലേക്ക് വരണം, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ വേണം, നിങ്ങളുമായിട്ട് അവർക്ക് ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, ആക്ച്വലി അങ്ങനെ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. നിങ്ങൾ ഈ ലെവൽ ചെയ്യാറില്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കുക ഇത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അങ്ങനെ വാല്യൂ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ എവിടെയും പോവില്ല, ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, അവർക്ക് എന്താ തോന്നുക? നിങ്ങൾ സപ്പോസ് എവിടെയും പോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഫോട്ടോസ് ഒന്നും ഇടുന്നില്ല, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക, എനിക്ക് വേണ്ടി ഇവർ ഇങ്ങനെ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു തോന്നൽ വരും അല്ലേ. അത് കണ്ടിട്ട് നിങ്ങളോട് സഹതാപം തോന്നുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുമ്പോൾ അവർ ശരിക്കും വിചാരിക്കും ഇനി ഞാൻ വന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇവർ എന്നോട് ഓവർ അറ്റാച്ച്ഡ് ആവുമല്ലോ എന്ന രീതിക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കാണിച്ചാൽ അപ്പോഴാണ് അവർക്കൊരു ജലസി അവരുടെ ഉള്ളിൽ വരിക, അപ്പോഴേ അത് ജലസി വരുള്ളൂ. ഇതിവിടെ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് വേറെയും ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നൊക്കെ അവർക്ക് കാണണം. അങ്ങനെ കാണട്ടെ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പലതും അച്ചീവ് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ് എന്നവർ കാണട്ടെ. അവർ സ്റ്റോക്ക് ചെയ്യും, തീർച്ചയായിട്ടും അവർ നിങ്ങളെ നോക്കാതിരിക്കില്ല, ഉറപ്പാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അവർ കാണട്ടെ. അതൊരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ആണ് അല്ലേ. ഞാനിവിടെ ഇവിടെ ആക്ച്വലി നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ആണ് എനിക്ക് കാണുന്നത്. അവർ കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത്. ലവേഴ്സ് കാർഡ് എല്ലാം ഉണ്ട്, എല്ലാം നല്ല നല്ല കാർഡ്സാണ്.
യെസ്, ആക്ച്വലി പോസിറ്റീവാണ്. പക്ഷെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ, തീർച്ചയായിട്ടും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെന്താ നിങ്ങൾ ചെയ്യുന്നത് നോക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് മെസ്സേജ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നും ആരോടെങ്കിലും ഒക്കെ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ജലസും ആവുന്നുണ്ട് ഒരു കണക്കിൽ. എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. നിങ്ങളെങ്ങനെ അങ്ങനെ ഹാപ്പി ഇരിക്കുന്നത് എന്നാണ് അവർ ആലോചിക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ, അങ്ങനെ തന്നെ കാണിക്കണം. നിങ്ങൾ ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കും. അവർ കാണട്ടെ, അവർ നോക്കും, തീർച്ചയായിട്ടും നോക്കും. നിങ്ങൾ എവിടെ അവരെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ കാണട്ടെ, അവർ നോക്കട്ടെ. പക്ഷെ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാൻ പോവും ചെയ്യരുത്, അതാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. ഐ കാൺ വെയിറ്റ് ടു സീ യു അഗൈൻ. നമ്മൾ 3 of Wands പറഞ്ഞു, അവർക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. യു ആർ മൈ ലക്കി ചാം സിൻസ് ഐ മെറ്റ് യു, ഐ മാനിഫെസ്റ്റഡ് ഓൾസോ. അവരുടെ ലൈഫിൽ അബണ്ടൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണമാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവർക്ക് ഒരുപാട് അബണ്ടൻസ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ലൈഫിൽ പലതും നല്ലത് നടന്നിട്ടുണ്ട്. ഓക്കെ, അവരിപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. വെനെവർ ഐ സീ ഫ്ലവേഴ്സ് ഐ തിങ്ക് ഓഫ് യു. ഓക്കെ, ചിലവർക്ക് ഇത് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ അവർ നിങ്ങളെ ഓർക്കുന്നു എന്നാണ്. സോ യെസ്, കണ്ടോ, ഇവിടെ തീർച്ചയായിട്ടും അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. യു അപ്പിയർ ഓഫൺ ഇൻ മൈ ഡ്രീംസ്. നിങ്ങൾ അവർ ഡ്രീംസിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. അവരുടെ ഡ്രീംസിൽ യൂണിവേഴ്സ് സയൻസ് കൊടുക്കും അവർക്ക്. എന്നിട്ട് നിങ്ങൾ എന്താ മിസ് ചെയ്യുന്നത് എന്ന് നിനക്കറിയോ എന്ന് ചോദിച്ച് അവർക്ക് ഒന്ന് പിടിച്ച് യൂണിവേഴ്സ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സയൻസ് കൊടുക്കും. അപ്പോൾ അവർ സ്റ്റോക്ക് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. യു ആർ ലൈക്ക് ആൻ ഏഞ്ചൽ ദാറ്റ് കെയിം ഇൻ ടു മൈ ലൈഫ് ടു ഹീൽ ആൻഡ് ന്യൂച്ചർ മീ. 2 കാർഡും സെയിം ആണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് പലതും അവർക്ക് നല്ലത് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ദാറ്റ് നിങ്ങൾ അവരുടെ ഒരു എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് എന്നുള്ളത്. വെൻ യു ടച്ച് മീ ഐ ഫീൽ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക്. നിങ്ങൾ തൊടുമ്പോൾ തന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്ന രീതിയിലാണ്. ഓക്കെ, ഐ റിമെമ്പർ ദ ഫസ്റ്റ് ഡേ വി മാറ്റ് ലൈക്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസം അവർക്ക് ഓർമ്മയുണ്ട്, ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. ഐ ലൈക്ക് സ്ലീപ്പിംഗ് നെക്സ്റ്റ് യു. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ അടുത്ത് അവർക്ക് കിടന്ന് ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അത്രയും ആ ഒരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യും എന്ന് പറയില്ലേ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ മെറ്റ് യു. ഐ യു ഷുവർ യു അറിയാം. അവർ അത്രയും നിങ്ങളെ അവർക്കിപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട്. യു മേക്ക് മീ ഫീൽ ലൈക്ക് എ കിഡ് അഗൈൻ. അവർക്ക് ഇപ്പോഴാണ് നിങ്ങളെ ശരിക്കും മനസ്സിലാവുന്നത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ആക്ച്വലി ശരിക്കും യൂണിവേഴ്സിന് താങ്ക്സ് പറയണം കേട്ടോ. അങ്ങനത്തെയൊക്കെ അവസരങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. നന്നായി അങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നത് എന്ന് പറയണം. ആ ബ്രേക്കപ്പ് നിങ്ങൾക്കൊരു അവസരമാണ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ. ദാറ്റ് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. നിങ്ങളില്ലാത്ത ഒരു സമയം അവരറിയട്ടെ, തിരിച്ചറിയട്ടെ. നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ട് അവർക്ക് ആ വാല്യൂ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കണം, അവരില്ലാണ്ടും നിങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ചില അനുഭവങ്ങൾ അവർക്ക് വരും. അവർ വേറെ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ചില അനുഭവങ്ങൾ അവർക്ക് കിട്ടും. അങ്ങനെ ചില കാര്യങ്ങൾ വരാൻ ആ സെപ്പറേഷൻ ബ്രേക്കപ്പ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ മാറി അവർ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താങ്ക്സ് പറയണം യൂണിവേഴ്സിനോട്. താങ്ക് യു ഗോഡ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളും മാറി നിൽക്കണം, അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ കണ്ടുമുട്ടിയതിന് അവർ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. ആൻഡ് ആർ യു ഷുവർ യു ആർ റിയൽ. നിങ്ങൾ അത്രയും അവർ കെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്നേഹം നിങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ശരിക്കും നിങ്ങൾ റിയൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത്രത്തോളം നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സൺ ആയത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സോ അവർക്ക് നിങ്ങളുടെ വാല്യൂ ഒന്ന് മനസ്സിലാവട്ടെ. അങ്ങനെ സെപ്പറേഷനോ മാറി നിൽക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യാനോ അതിനൊന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കാണിക്കൂ. അവർ ഓടി വരും പിന്നാലെ. ഓക്കെ, അതിനൊരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.